സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലാണ് ടെസ്റ്റ് മുടങ്ങിയത്. CITU ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എല്ലാ മേഖലകളിലും ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരുന്നു. കാരണം അശാസ്ത്രീയമായ പരിഷ്കാരമാണ് എന്നാരോപിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെയും ഇതുമായി നിസ്സഹരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നും ഈ പരീക്ഷ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും തുടർച്ചയായി ചില സർക്കുലറുകൾ പുറത്തിറക്കുന്നു ഗതാഗത കമ്മീഷണർ. അതെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രായോഗികമല്ല എന്ന കാര്യം തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഉയർത്തി തന്നെയാണ് സമരം. ആദ്യഘട്ടത്തിൽ സമരരംഗത്തുണ്ടായിരുന്ന CITU പിന്നീട് സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ട് തന്നെ ആ സമരത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം. യൂണിയനുകളെല്ലാം തന്നെ സമരത്തിൽ അടിയുറച്ചു നിൽക്കുകയുമാണ്. ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധം കനക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യുവൽ കൺട്രോളിംഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ക്ലച്ച്, ബ്രേക്ക് എന്നിവ നിലവിൽ വാഹനം ഓടിക്കുന്ന ആളുടെ അടുത്ത് മാത്രമാണ് വശത്ത് ഉണ്ടായിരിക്കില്ല. അത്തരമുള്ള വാഹനങ്ങളിൽ മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വലിയ അപകടങ്ങൾക്ക് സാധ്യതയൊരുക്കും. പ്രത്യേകിച്ച് ഈ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് അടക്കം അവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്നതാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയ ആളുകൾ, ഒപ്പം തന്നെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ എന്നിവരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണ്. ഒപ്പം തങ്ങളുടെ സ്വത്തിന് തങ്ങൾ നൽകുന്നതാണ് ഈ വാഹനങ്ങൾ, ഈ കാറുകൾ, മോട്ടോർ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ആ വാഹനങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള പരിശോധന ഇങ്ങനെയാണ് ടെസ്റ്റ് നടക്കുന്നത് എങ്കിൽ അപകടത്തിൽപ്പെട്ടാൽ വാഹനം പൂർണ്ണമായും തകരുന്നതിന് സാഹചര്യം ഉണ്ടാകും. അങ്ങനെ തങ്ങളുടെ സ്വത്തിനും മറ്റുള്ള ആളുകളുടെ ജീവനും എല്ലാം അപായമുണ്ടാക്കുന്ന രീതിയിലാണ് പുതിയ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്യുവൽ കൺട്രോളിംഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നത്. അജീഷ്, ഏറ്റവും ശ്രദ്ധേയം ഈ പ്രതിപക്ഷ സംഘടനകൾ ഒപ്പം സ്വതന്ത്ര സംഘടനകളടക്കം ഈ ഒരു ബഹിഷ്കരണത്തിന്റെ ഭാഗമാണ്, പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഒപ്പം തന്നെ CITU ഇതിൽ നിന്നും പിന്മാറിയിരുന്നുവെങ്കിലും ഈ സമരത്തെ എതിർക്കില്ല എന്നാണ് CITU നേതൃത്വം വ്യക്തമാക്കിയത്. അതായത് ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി എന്ന് വേണം CITUവിൻ്റെ നിലപാടിൽ നിന്നും മനസ്സിലാക്കാനില്ലേ? പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെയും സ്വതന്ത്ര സംഘടനകളുടെയും എല്ലാ സമരങ്ങൾക്കും CITU പ്രത്യക്ഷമല്ലെങ്കിൽ പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും ഒരു വലിയ ഒരു സമ്മർദ്ദം തന്നെ ഇക്കാര്യത്തിൽ CITUവിന് മേലുണ്ട്. പ്രത്യേകിച്ച് ഈ ഗതാഗത മന്ത്രിക്ക് എതിരെയാണ് പ്രധാനമായും പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അതായത് ഗണേഷ് കുമാർ സ്വന്തം നിലയ്ക്ക് പല അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ദുബായിൽ അടക്കം പോയി ചില ടെസ്റ്റുകളിൽ പങ്കെടുത്തു എന്നെല്ലാം പറഞ്ഞ് അത് നടപ്പിലാക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് പരിശോധിക്കുന്നില്ല. ഗതാഗത കമ്മീഷണർ ഇത്തരത്തിലുള്ള സർക്കുലറുകൾ പുറപ്പെടുവിക്കുമ്പോൾ അതെങ്ങനെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ പ്രായോഗികതയില്ലാത്ത നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ എതിരഭിപ്രായം അത് ഭരണപക്ഷ അനുകൂല ട്രേഡ് യൂണിയനുകൾക്കടക്കമില്ല. അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള തുഫക് പരിഷ്കാരങ്ങളെ ശക്തമായി എതിർക്കുകയുമാണ്. എന്നാൽ സ്വാഭാവികമായും ഭരണരംഗത്തുള്ള യൂണിയൻ എന്ന നിലയ്ക്ക് അവർക്ക് മേൽ KP സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു സമര ഘട്ടത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്, താൽക്കാലികമായി പിന്മാറിയിരിക്കുന്നത്. എന്നാൽ സമരരംഗത്തുള്ള സംഘടനകൾക്കെല്ലാം, സ്വതന്ത്ര സംഘടനയുൾപ്പെടെ വിവിധ യൂണിയനുകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നും പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ മേഖലയിൽ നിന്നും ഒരുപോലെ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങളുമായി ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ രംഗത്ത് വരുമ്പോൾ, പ്രതിഷേധം കൂടുതൽ ശക്തമാകുമ്പോൾ ഇതിങ്ങനെ അനന്തമായി നീളാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ സർക്കുലർ ഇടയ്ക്കിടെ ഇറക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ പ്രായോഗികമല്ലാത്ത പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്താൻ ചില മാറ്റങ്ങൾ മാത്രമാണ് ഈ മുഖം രക്ഷിക്കാൻ എന്ന രീതിയിൽ ഈ മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ജീഷ പറഞ്ഞതുപോലെ തന്നെ വാഹനങ്ങൾക്കും അല്ലെങ്കിൽ ഈ പരീക്ഷാർത്ഥികൾക്കും അവരുടെ ജീവന സ്വത്തിനും യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. ശാസ്ത്രീയമായ രീതിയിൽ വേണം പരിഷ്കാരങ്ങൾ നടത്തേണ്ടത് എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഇന്ന് പൂർണ്ണമാണ്, ഇനി നാളെയും തുടരാൻ തന്നെയാണ് സാഹചര്യവും, അല്ലേ? തീർച്ചയായും
തീർച്ചയായും ഈ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. കാരണം ഒരു തരത്തിലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ്. ഏറ്റവും ആദ്യം ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ആ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരം ഉണ്ടായിട്ടില്ല. അതേ ചൊല്ലി കഴിഞ്ഞ 3-ാം തീയതി അടക്കം തുടക്കം ആരംഭത്തിൽ ഈ ഒരു പരിഷ്കാരം കൊണ്ടുവന്ന ദിവസം മുതൽ വലിയ തോതിൽ തന്നെ സമരങ്ങൾ നടക്കുന്നു. നിസ്സഹകരണ സമരവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ മുന്നോട്ട് പോകുന്നു. കാരണം 120 പേരുടെ വരെ ടെസ്റ്റ് ഒരു ദിവസം നടത്തിയെടുത്തു നിന്നാണ് 30 പേരിലേക്ക് അത് ചുരുക്കുന്നത്. സ്വാഭാവികമായും ഈ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലേണേഴ്സ് ടെസ്റ്റിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് തയ്യാറായി വന്നിരിക്കുന്ന പരിശീലനം പൂർത്തിയാക്കിയ 100 കണക്കിന് ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ കാത്തിരിപ്പ് തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് നീണ്ടുപോകുന്ന ഒരു സാധ്യത ഒരുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ടെസ്റ്റ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളെല്ലാം തന്നെ അപ്രായോഗികമാണ് എന്ന കാര്യമാണ് ഇവിടെ വിരൽ ചൂണ്ടപ്പെടുന്നത്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.